ഇന്ത്യയുടെ ചിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോഴും 10 വർഷം കഴിഞ്ഞു. 11ാമത്തെ കൊല്ലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട്. ഈ കൊല്ലങ്ങളിലെല്ലാം ആരാ ഇന്ത്യയിൽ ഏറ്റവും ശക്തിയായിട്ട് വളർന്നു വന്നത്? ആരാ? നമ്മുടെ നാട്ടിലെ ഹിന്ദുവാ? ആരാ? ഇന്ത്യയിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വന്നത് ആരാണെന്ന് മുതലാളിത്തം കോപ്പറേറ്റീവ് ഒന്നും പറയണ്ട, മലയാളം പറ ശരിക്കും. അദാനിയും അംബാനി അവരാരാ? അവർ കോപ്പറേറ്റീവാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവന്റെ എല്ലാം തലയിൽ കയറേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഒരു ഹിന്ദുവിന് വേണ്ടിയിട്ടുമല്ല, ഇന്ത്യയിലെ കോപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് 11 കൊല്ലക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയാക്കാനാണ്. ആരെ? അംബാനിയെയും അദാനിയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാക്കാനാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളിയാണ് അവരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അദാനിയും അംബാനിയും അതുപോലെ തന്നെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരെ ഉയർത്തി ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്ന നരേന്ദ്രമോദി എന്ന കാര്യം നമ്മൾ ലളിതമായിട്ട് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അതിന് കോപ്പറേറ്റീവ് ഞാൻ പറയാൻ പോകുന്നില്ല. ഇവരെ വളർത്തിയെടുക്കലാണ് പരിപാടി. ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ ഹിന്ദുത്വ അജണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹിന്ദുക്കളെ വികാരപ്പെടുത്തുക, അതുപോലെ തന്നെ വിശ്വാസികളെ വികാരപ്പെടുത്തുക. വിശ്വാസികളുടെ പ്രശ്നം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ? വളരെ ലളിതമായ ചോദ്യമാണ്. ലളിതമായിട്ട് പറയാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ വിശ്വാസിയാണോ അല്ല അവിശ്വാസിയാണോ? കുറച്ചാൾ പറയുന്നുണ്ട് വിശ്വാസിയാണെന്ന്, കുറച്ചാൾ പറയുന്നുണ്ട്, കുറച്ചാളൊന്നും പറഞ്ഞിട്ടില്ല അവിശ്വാസിയാണെന്ന് ആരും പറഞ്ഞില്ല. വിശ്വാസികളാണ് ഭൂരിപക്ഷം. ഇവിടെ എനിക്കറിയാം വിശ്വാസി. ഇനി വിശ്വാസം ഇല്ല എന്ന് പറയുന്നയാളുടെയും വിശ്വാസത്തെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടിയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ വിശ്വാസം ഇല്ല എന്ന് ചില ആള് ഞാനൊക്കെ ചോദിക്കുമ്പോൾ പറയലുണ്ട്. അപ്പൊ തന്നെ അവർ ചെയ്യുന്ന ഒരു പണി എന്താ അറിയാവും? മുത്തപ്പൻ, നമ്മുടെ നാട്ടിലൊരു മുത്തപ്പനുണ്ട്, പറശ്ശിനിക്കടവ്. കേട്ടിട്ടുണ്ടോ പറശ്ശിനിക്കടവ് മുത്തപ്പന? മുത്തപ്പൻ ഭയങ്കര ശക്തിയാണ്. അപ്പോ പറയും, മുത്തപ്പ ഒരു പൈൻകുറ്റി. എന്തിനാ? പറഞ്ഞതിന്റെ കുഴപ്പം ഇല്ലാതാക്കാൻ. ഇല്ലാന്ന് പറഞ്ഞതിന്റെ കുഴപ്പം ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഇവിടെ ഈ ഇരിക്കുന്ന രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന നിങ്ങളിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. വിശ്വാസം ഇല്ലാത്തവരുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാം ഒരേപോലെ ജീവിക്കാൻ അവകാശം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ ഇതേവരെ സ്വീകരിച്ചത്, ഇപ്പൊ സ്വീകരിക്കുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന്? ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളല്ലേ, അപ്പൊ നമുക്കൊരു വ്യക്തത വേണ്ടേ? എന്താ നിലപാട്? വിശ്വാസികൾക്കൊപ്പാണോ അല്ല വിശ്വാസികൾക്കെതിരായിട്ടാണോ? ഉറപ്പുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും വിശ്വാസികളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒപ്പമാണ്. അതാണ് സഖാവ് കൃഷ്ണപിള്ള മുതൽ ഇങ്ങോട്ട് അല്ലേ? എവിടെയാ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാവപ്പെട്ട മനുഷ്യന് അവകാശം ഇല്ല എന്ന് പറഞ്ഞപ്പോ അവകാശം വേണം, അതില്ലാണ്ടാക്കാനല്ല, അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുമ്പിൽ ആരുണ്ടായിരുന്നു? കൃഷ്ണപിള്ളി ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു കളപ്പന്റെ ഒപ്പം. പാലിയം സമരം നടന്നപ്പോൾ സഖാവ് AKG ആയിരുന്നു അതിന്റെ മുമ്പന്തിയിലുണ്ടായിരുന്നു. ഓരോ സമരത്തിലും, ഗുരുവായൂർ സമരത്തിന്റെ ഘട്ടത്തിലും അത് തന്നെയാണ്. ഇപ്പോഴ് ശബരിമല എന്താ ഇപ്പം ചേരാൻ പോകുന്നത്? ഒരു സമ്മേളനം ചേരാൻ തീരുമാനിച്ചില്ലേ? എന്ത് സമ്മേളനം? അതിന്റെ പേര് സാർവദേശീയാണ് അല്ലേ? ലോക പറ, എന്നാലേ പറയുള്ളൂ. ഇതൊന്നും അറിയാതെ പോലെ കളിക്കണ്ട. എന്താ? അയ്യപ്പ സംഗമം, ലോക അയ്യപ്പ സംഗമം. അതായത് ദേവസ്വം ബോർഡിനോട് ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പന്മാർക്ക് ഒന്ന് സംഗമിക്കണം, അതിനൊരു അവസരം വേണം എന്ന് പറഞ്ഞപ്പോൾ
ദേവസ്വം ബോർഡുകാരെ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലോക അയ്യപ്പ സംഗമം വന്നപ്പോ RSകാര് പറഞ്ഞു അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞങ്ങൾ വേറൊരു സംഗമം നടത്തും പറഞ്ഞില്ലേ. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങളിത് ബഹിഷ്കരിക്കും. ആരാ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു പറഞ്ഞത്? ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉറപ്പായിട്ട് പറഞ്ഞു ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചാൽ ആ സമ്മേളനത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള പിന്തുണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തീർച്ചയായും നൽകും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ ഓരോന്നോരോന്ന് ദിവസം കഴിയും തോറും നിരവധി സംഘടനകൾ NSSന്റെ SNDPയുടെ എല്ലാവരുടെയും ഇന്നിപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത് ഇന്ന് ചതയ ദിനാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താ അറിയോ? എന്താ ലോക അയ്യപ്പ സംഗമം അത്ഭുതമായിരിക്കും, ഒരു അത്ഭുതം സൃഷ്ടിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. NSSകാർ പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ സാമുദായിക സംഘടനകൾ പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, വിശ്വാസികൾ ഒരിക്കലും വർഗീയവാദികളല്ല. വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല. ഇനി ഒന്നുകൂടി പറഞ്ഞാലേ ബോധ്യമുള്ളൂ, വർഗീയവാദികൾക്ക് എന്തില്ല? വിശ്വാസമില്ല. അവര് വിശ്വാസം ഒരു ഉപകരണമായിട്ട്, ഒരായുധമായിട്ട് നമുക്കെതിരായിട്ട് ഉൾപ്പെടെ ഉപയോഗിക്കുകയാണ്.